ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കാറുള്ള വൈറ്റ് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടല്ലോ, ആ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വട്ടയപ്പത്തിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അരി 4 മണിക്കൂർ മുൻപ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് കഴുകിയെടുത്താണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് മധുരം നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 5 ഏലക്ക, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഈ വട്ടയപ്പത്തിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഈ ഈസ്റ്റ് ഒന്ന് കലക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈസ്റ്റിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒഴിച്ച് വെക്കുകയാണ്. കാരണം നാട്ടിലൊക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വട്ടയപ്പം ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കള്ളൊഴിച്ചാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് കള്ളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് കലക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെക്കാം. അരിയൊക്കെ അരച്ച് കപ്പി കാച്ചിയെടുക്കുന്ന സമയം കൊണ്ട് ഈസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ആയിക്കോളും. ഈ അരി അരച്ചെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം അരി അരയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് 2 ട്രിപ്പായിട്ടാണ് എനിക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരി അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് മാത്രം അരയ്ക്കുന്നുള്ളൂ. കാരണം അതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ഞാൻ കപ്പി കാച്ചാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ അരി തന്നെ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു തവി അരിമാവ് കപ്പി കാച്ചാനായിട്ട് എടുക്കുകയാണ്. നമ്മൾ ഈ അരിപ്പൊടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുറുക്കി എടുക്കുന്നതിനാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. ചിലപ്പം അതെല്ലാവർക്കും അറിയണമെന്നില്ല. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ അങ്ങനെയാണ് പറയാറ്, കപ്പി കാച്ചുക എന്ന്. കാരണം പഴയ കാലത്തൊക്കെ അമ്മമാരുടെയൊക്കെ കാലത്ത് കള്ളപ്പം, പാലപ്പം, അതുപോലെ വട്ടയപ്പം ഇതെല്ലാം ഇങ്ങനെ കപ്പി കാച്ചിയായിരുന്നു ഉണ്ടാക്കുന്നത്. അത് നല്ല സോഫ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചാണ് ഇത് കുറുക്കാനായിട്ട് വെക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കട്ടയായിട്ട് വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് എന്തൊന്ന് ആറാനായിട്ട് വെക്കാം. അടുത്ത ട്രിപ്പ് അരി കൂടി അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ രണ്ടാമത് അരച്ചെടുത്ത അരിയിലേക്ക് തേങ്ങയും ഇപ്പോൾ ഈ കപ്പി കാച്ചിയ അരി പൊടിയെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. ഈ കപ്പി കാച്ചിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെച്ചാൽ അരിയുടെ നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഉഴുന്നൊക്കെ ചേർത്ത് അരയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് കൂടുതൽ വെള്ളം വേണം അതിന്. ആ സമയത്ത് നമ്മൾ അരി മാത്രം ഇട്ട് അരയ്ക്കുമ്പോഴത്തേക്കും അധികം വെള്ളം വേണ്ട. അതിൻ്റെ ഏകദേശം ഒരു നെകക്കെ വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോകും. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. ഈ തേങ്ങ കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നെകക്കെ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ആ ലെവലിൽ തന്നെ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ഈ തേങ്ങയൊക്കെ കൂടി ചേർത്ത് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. ഷുഗർ എന്തുമാത്രമാണ്, നമുക്ക് 1/2 കപ്പ് ഷുഗറാണ് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പം മുഴുവൻ അരിയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അരച്ചെടുത്ത ഈ ബാറ്റർ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഏലക്ക കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഏലക്ക പൊടി വേണമെങ്കിൽ അങ്ങനെ പൊടിയായിട്ട് തന്നെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഏലക്ക ഒന്ന് കഴുകി എടുത്ത് വെച്ചതായിരുന്നു. ഇതൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം.
നമ്മൾ വട്ടയപ്പത്തിനൊക്കെ ഷുഗർ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഞാനിതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ശർക്കര വെച്ച് ഒരു തവണ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില ഇടങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ വട്ടയപ്പം ഇറച്ചിക്കറിയിലൊക്കെ മുക്കി കഴിക്കാറുണ്ട്. ഞങ്ങളുടെ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മധുരത്തിൽ ഉണ്ടാക്കിയാൽ മതി. അതെല്ലാം നമ്മൾ സാധാരണ ചായയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വട്ടയപ്പം എന്ന് പറയുന്നത് നല്ല മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ അപ്പഴത്തിന് നല്ലൊരു മധുരമാണ്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള മധുരമാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതൊരു 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു 8 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നോളും. അപ്പോൾ ഇനി ഇത് കവർ ചെയ്ത് മാറ്റി വെക്കാം. വട്ടയപ്പത്തിനുള്ള ബാറ്റർ കലക്കി വെച്ചിട്ട് 6 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നിറഞ്ഞ് പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ കലക്കി വെച്ചപ്പോൾ തന്നെ പകുതി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയായിരുന്നു, അല്ലെങ്കിൽ മുഴുവൻ താഴെ പോകുമായിരുന്നു. കാരണം അതുപോലെ നല്ല ചൂടാണിപ്പോൾ ഇവിടെ. അതുകൊണ്ടാണ് 6 മണിക്കൂർ കൊണ്ട് തന്നെ ഇത്രയും പൊന്തി വന്നത്. തണുപ്പ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കലക്കി വെച്ചാൽ പോലും എനിക്ക് 10-12 മണിക്കൂറൊക്കെ എടുക്കും ഇതുപോലെ ബാറ്റർ പൊന്തി വരാനായിട്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അപ്പച്ചെമ്പിൽ വെള്ളം ചൂടാവാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തൂത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ എണ്ണ തൂത്ത് കൊടുക്കുന്നത്. അപ്പം അപ്പച്ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രം അപ്പച്ചെമ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗം വരെ ഒഴിക്കാവുള്ളൂ. മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊന്തിപ്പോവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 3-4 കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പം വേണമെന്നില്ല, ഞാനൊരു ഭംഗിക്കായിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇത് അടച്ച് വേവാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വട്ടയപ്പം വേവാനുള്ള ടൈമായി നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചതിന് ശേഷം ബാക്കി കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ആറിയ വട്ടയപ്പം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന എങ്ങനെ മേടിക്കുന്നു അതുപോലെ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.